ഇത് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയാം. ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് തിരുവനന്തപുരം വേഴ്സസ് കൊച്ചി എന്നാണ്. ഇൻട്രൊഡക്ഷൻ കേട്ട് കാണുമല്ലോ. എന്തുകൊണ്ട് ഇങ്ങനൊരു വിഷയമാണെന്നല്ലേ. നമ്മൾ റീജിയണൽ ബൈസിലോ അല്ലെങ്കിൽ റീജിയണൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മൾ ചെയ്യുന്ന വീഡിയോകളിൽ നമ്മൾ തിരുവനന്തപുരത്തെ പറ്റി ചെയ്യുമ്പോഴത്തേക്കും കുറേ പേരെങ്കിലും വന്നിട്ട് നിങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ വീഡിയോ മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്തിന് വേണ്ടി മാത്രമാണോ പ്രൊമോഷൻ ചെയ്യുന്നത് എനിക്ക് പറയാറുണ്ട്. ശരിക്കും അങ്ങനെയല്ല, നമ്മളെല്ലാം ചെയ്യാറുണ്ട്, എല്ലാ തരത്തിലുള്ള എല്ലാ വീഡിയോസും ചെയ്യാറുണ്ട്. എന്നിട്ടും നമ്മൾ കുറേ കാലത്തിന് ശേഷം തിരുവനന്തപുരം വീഡിയോ ചെയ്താലും നിങ്ങൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വീഡിയോ അല്ലേ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. തിരുവനന്തപുരത്തുകാരടുത്ത് എന്തെങ്കിലും വെറുപ്പ് ബാക്കിയുള്ളവർക്കുണ്ടോ? ബാക്കിയുള്ളവരല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു സ്പെസിഫിക് സെൻട്രിക് ആയിട്ടുള്ള ആൾക്കാർ തന്നെ കൊച്ചിക്കാർ തന്നെയാണ്. കൊച്ചി വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, നമ്മളെ വീഡിയോസ് കൊച്ചിയിലെ വീഡിയോസും ചെയ്യാറുണ്ട്. അവിടെ അതിൽ ഒരു വിട്ടുവീഴ്ചയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊച്ചിയെ ഇകഴ്ത്തിക്കൊണ്ടോ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. എന്നാലും മിക്കവാറും പേര് നമ്മളെ പ്രത്യേകിച്ച് സങ്കടമുണ്ട്, കുറച്ച് പേരെങ്കിലും വന്നിട്ട് അത് പറയാറുണ്ട്. ട്രിവാൻഡ്രം മോശമാണെന്ന രീതിയിൽ ചിത്രീകരിക്കാറുണ്ട്. കേരളത്തിലെ എല്ലാ പേരും അല്ല പറയുന്നത്, ഒരു പർട്ടിക്കുലർ സ്ഥലത്തു നിന്നുള്ള വ്യക്തികൾ തന്നെയാണ് കൂടുതലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ശരിയല്ല. കാരണം നമ്മളങ്ങനെ ഒരു ബയസ് കാണിക്കാറില്ല. ഓക്കെ, നമുക്ക് തിരുവനന്തപുരം വീഡിയോസിൻ്റെ എണ്ണം കൂടുതലാണ്. ഇവിടുത്തെ ഏത് യൂട്യൂബറാണ് സ്വന്തം സ്ഥലത്തെ വീഡിയോസ് ചെയ്യാത്തത്? കാരണം നമുക്ക് ഡാറ്റാസ് കിട്ടുന്ന ഇവിടത്താണ്. ബാക്കിയുള്ളവ നമ്മളെ തപ്പിപ്പിടിച്ച് കൊണ്ടുവരുന്ന ഡാറ്റകളാണ്. അത് കേരളത്തിൽ എവിടെ നിന്നായിരുന്നാലും നിങ്ങൾ തന്നെ ഒരു സംഭവം ചെയ്യുമ്പോൾ അറിയാം, നമ്മളെ ചുറ്റുപാടുമാണ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതും കോൺഫിഡൻറ്റോടും എടുക്കാൻ പറ്റുന്നതും. നമ്മുടെ വീഡിയോസിൻ്റെ പുറത്ത് പോയി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടനവധി റിസർച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിൻ്റെ ആധികാരികത സ്റ്റഡി ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മളെ സ്വന്തം സ്ഥലത്ത് ഇരിക്കുമ്പോൾ അങ്ങനെ മാത്രം മതി, കുറച്ചുകൂടെ ലെസ് വർക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പെട്ടെന്നാണ് പല വീഡിയോസും ഉണ്ടാക്കി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ 1-2 ട്രിവാൻഡ്രത്ത് കൂടി വരാറുണ്ട്, അല്ല കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ എല്ലാ ജില്ലകളും അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളും നമ്മൾ എങ്ങനെയെങ്കിലും നിങ്ങളെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കാറുണ്ട്. പക്ഷേ അത് നമുക്കൂടെ ക്യാച്ചി ആയിട്ടൊരു പ്രൊജക്റ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള പ്രൊജക്റ്റ് നമ്മൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഉറപ്പായും കൊണ്ടുവരാറുമുണ്ട്. ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു ബയസ്? ഇതെല്ലാം കേരളത്തിലല്ലേ, ഇവിടെ വരുന്ന വികസനമെല്ലാം കേരളത്തിനുള്ളതല്ലേ. അത് തിരുവനന്തപുരത്തായിരുന്നാലും കോഴിക്കോടായിരുന്നാലും കൊച്ചിയിലായിരുന്നാലും എല്ലാം കേരളത്തിൻ്റെ വികസനമായിട്ട് കാണാനായിട്ട് നമ്മുടെ ആൾക്കാർക്ക് കണ്ണില്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ അടികൂടിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള സംസ്ഥാനങ്ങൾ നമ്മളിൽ നിന്ന് പ്രൊജക്റ്റെല്ലാം തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. അങ്ങനെ പോകുമ്പോൾ ഒരു പ്രശ്നവുമില്ല. കാരണം ഞാനതൊരു വീഡിയോ എനിക്കത് ഭയങ്കരമായിട്ട് ക്യാച്ചി ആയിട്ട് തോന്നി. നമ്മുടെ ഒരു വീഡിയോയിൽ ഒരു സബ്സ്ക്രൈബർ വന്ന് പറഞ്ഞതാണ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടി വെച്ചുകൊണ്ടിരിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ പ്രൊജക്റ്റ് വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് കൊണ്ടുപോകും. വളരെ വാലിഡ് ആയിട്ടൊരു പോയിൻ്റാണ്. എന്തിനാണ് നമ്മൾ തമ്മിൽ അടിയിക്കുന്നത്? ഈ കൊച്ചിക്കാരും ഇങ്ങോട്ടും തിരുവനന്തപുരത്തും വന്ന് അങ്ങോട്ട്, പിന്നെ ഇവിടെയുള്ള തിരുവനന്തപുരത്തുള്ള കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം അടികൂറാണ്ട് കേട്ടോ, എല്ലാവരും ഞാൻ പറയുന്നില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂറാണ്ട്. പക്ഷേ നമ്മളെ വീഡിയോ സെൻട്രിക്കായിട്ട് വരുമ്പോഴത്തേക്കും ട്രിവാൻഡ്രം വീഡിയോസ് ഇടുമ്പോഴത്തേക്കും കുറച്ച് പേര് കൊച്ചിയിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ്. നമ്മളതെല്ലാം നോക്കിയിട്ട് തന്നെയാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഇന്ന് വന്ന് ഇത് അത്രയും പറയുന്നത്. കാരണം നമ്മൾ ബയസ് കാണിക്കാറില്ല. ചിലപ്പോൾ രണ്ട് സൈഡിൽ ഒരു സൈഡ് മാത്രം കൊട്ടിക്കൊണ്ട് പ്രശ്നങ്ങളുണ്ടാവില്ല, അത് നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമ്മൾ തിരുവനന്തപുരം ഫോക്കസ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും 100 ചോദ്യങ്ങളും 100 പ്രശ്നങ്ങളുമാണ് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ട്രിവാൻഡ്രം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അവഗണിക്കപ്പെട്ട ക്യാപിറ്റൽ സിറ്റിയാണ്. ബാക്കിയുള്ള ക്യാപിറ്റൽ സിറ്റി നോക്കൂ. എന്നിട്ടും തിരുവനന്തപുരത്തുള്ളവർ വന്നിട്ട് ആരടുത്തും ഒരു കുറ്റവും പറയുന്നില്ല, അല്ലെങ്കിൽ ആരെയും അതിന് വേണ്ടിയിട്ട് ക്രൂശിക്കുന്നില്ല. തിരുവനന്തപുരത്ത് നിന്ന് എത്രയോ സംഭവങ്ങൾ എടുത്തു മാറ്റി വേറെ ജില്ലകളിൽ പറിച്ചിട്ട് നട്ടിട്ടുണ്ട്. ആരും ഇവിടെ ഉള്ളവർ അതിന് വേണ്ടിയിട്ട് അതിനെ എതിർത്തോ ഒന്നുമില്ല. അത്രയ്ക്ക് മഹാമനസ്കതയുള്ള ആൾക്കാരൊന്നുമല്ല. ചിലപ്പോൾ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മഹാമനസ്കതയാണ്, മറ്റൊരു സൈഡിൽ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്നും ശ്രദ്ധിച്ച് ഉണ്ടാവില്ല. എന്നാലും എല്ലായിടത്തും വികസനങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് റീജിയണൽ ബയസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടേക്ക് കൊണ്ടുവരരുത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പ്രധാന യൂട്യൂബേഴ്സുമാർ പലരിടത്താലും, ഇപ്പോൾ ഈവൻ നമ്മുടെ ഫുഡ് വ്ളോഗ് ചെയ്യുന്ന മൃണാളെടുത്താലും അദ്ദേഹം കൂടുതലും വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് എറണാകുളം ബേസ്ഡായിട്ടാണ്, അല്ലെങ്കിൽ പുള്ളിയുടെ അടുത്ത് കിടക്കുന്ന തൃശ്ശൂരും പാലക്കാടൊക്കെ ആയിട്ടാണ്. ആ ഒരു ബെൽറ്റാണ് പുള്ളി കൂടുതലും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പുള്ളി ഇന്ത്യ മൊത്തം കണ്ടിട്ടില്ല, പുള്ളി ഇന്ത്യ മൊത്തം വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ആ ഒരു വീഡിയോയുടെ എണ്ണം നോക്കി കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിരിക്കും. അതേ നമ്മളും ചെയ്യുന്നുള്ളൂ. കാരണം ഈ ഇടയ്ക്ക് കുറച്ചേറെ പ്രശ്നം ഉണ്ടാക്കി. കാരണം കണ്ടിന്യൂസ് ആയിട്ട് മറ്റ് ജില്ലകളുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്നത്. എന്നിട്ട് പെട്ടെന്നൊരു ട്രിവാൻഡ്രം വീഡിയോ വന്നപ്പോഴത്തേക്കും ഒരു സഹിഷ്ണുത അല്ലെങ്കിൽ അസഹിഷ്ണുത തിരുവനന്തപുരത്തിൻ്റെ എതിരായിട്ട് അങ്ങനെ കാണിക്കുന്നത് എന്തിനാ? ഇവിടെ ഉള്ളവരെ മലയാളികളല്ലേ, ഇന്ത്യക്കാരല്ലേ?
ഇന്നലെ ഒരു വ്യക്തി പറയുക, വ്യക്തിയുടെ പേരൊന്നും പറയുന്നില്ല, അതിനെനിക്ക് താല്പര്യവുമില്ല. തിരുവനന്തപുരം എയർപോർട്ട് വളരെ മോശം എയർപോർട്ടാണ്, ഇവിടെ ആൾക്കാരൊന്നും വരുന്നില്ല. ഡാറ്റാസ് വെച്ച് ദയവ് ചെയ്ത് പറയുക. ഇത് തമിഴന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ എയർപോർട്ടെന്ന്. തമിഴന്മാരെന്താ പോട്ടെ, അത് ഇവിടെ പലരും ഇവിടെ കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ടയിലെ പലരും ആ എയർപോർട്ട് അല്ലെങ്കിൽ ഈവൻ കൊച്ചിയിലും എറണാകുളത്തും ഉള്ളവർ പോലും പലപ്പോഴും ടിക്കറ്റ്സ് ലഭിക്കുന്ന മുറയ്ക്ക് ഇങ്ങോട്ടും എവിടേക്കും നെടുമ്പാശ്ശേരി എല്ലാം എന്നാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ടും പ്രശ്നം ഇതാണ്. ഈ തമിഴന്മാരുടെ ഇതിൻ്റെ ചോദ്യമൊന്നുമല്ല, ഈ തമിഴന്മാരൊന്നും ഇന്ത്യക്കാരല്ലേ, അവർക്കൊന്നും പോയിട്ട് വരണ്ടേ? മനുഷ്യനായിട്ട് കാണാൻ പഠിക്കൂ. കുറച്ച് പേരുണ്ട് അല്ലാതെ കാണുന്നത്, കുറേ വൾഗറായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക. ദയവ് ചെയ്ത് അത് ഈ ചാനൽ വന്ന് യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ മാന്യമായിട്ട്, നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തുകാർക്ക് കൊച്ചിക്കാരെ അല്ലെങ്കിൽ കൊച്ചിക്കാർക്ക് തിരുവനന്തപുരത്തുകാരെ കണ്ടുകൂടെങ്കിൽ മാന്യമായിട്ട് കമൻറ്റ് ചെയ്ത് വരിക, അല്ലാതെ ഹെയ്റ്റ് സ്പീച്ചൊന്നും അവിടെ ഉണ്ടാക്കരുത്. അതുകൂടാതെ തന്നെ പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് അല്ലെങ്കിൽ വസ്തുതകൾ നിരത്തിക്കൊണ്ട് വിത്ത് പ്രൂഫ് അത് എവിടെ നിന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം ഇവിടെ വന്ന് ഇതേപോലുള്ള കണ്ണടച്ച് വെടി പൊട്ടിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തുക. വെറുതെ ആവശ്യമില്ലാത്ത ഒരു ഫ്യൂമിഗേഷൻ അല്ലെങ്കിൽ വെറുതെ ഒരു തീ കൊളുത്തി വിടുന്ന പരിപാടി. വെറുതെ രണ്ടുപേർ അല്ലെങ്കിൽ മാന്യമായിട്ട് ജീവിക്കുന്ന രണ്ടുപേർ തമ്മിൽ എന്തിനാണ് അടിവെപ്പിക്കുന്നത്? തിരുവനന്തപുരത്തുകാരും മനുഷ്യരാണ്, കൊച്ചിക്കാരും മനുഷ്യരാണ്. അപ്പം ഈ പറയുന്ന 1% 1% പേരെ ഇങ്ങനെ കിടന്ന് അടിവെക്കുന്നുണ്ടാവത്തുള്ളൂ. എന്തിനാണ് ഈ അടിവെക്കുന്നത്? ഇപ്പോൾ ഞാൻ ഇത്രയും അങ്ങനെ പറഞ്ഞ് നമ്മളെ വീഡിയോയിൽ വന്ന രീതിയിലുള്ളതാണ് കേട്ടോ. വേറെ പല പ്ലാറ്റ്ഫോമിലും അവർ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിവെക്കുന്നുണ്ടാകും, അതിന് ജെന്യുവൻ റീസൺസും ഉണ്ടാവും അവർക്ക് ആയിട്ടുള്ള. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് തിരുവനന്തപുരം വീഡിയോസിലാണ് അങ്ങനെ കൂടുതലും പ്രശ്നങ്ങൾ വന്ന് കണ്ടിട്ടുള്ളത്. അത് നീ നമ്മൾ ഇവിടുത്തുകാരാണെന്നോ അങ്ങനെയൊന്നുമല്ല, നമ്മൾ പല വീഡിയോസും പുറത്തുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാരും വന്ന് പറയാറില്ല അവന്മാർ ഇവിടുത്തുകാരല്ലല്ലോ, എന്നിട്ടും ഈ വീഡിയോസെല്ലാം വന്ന് ചെയ്യുന്ന ഒരുത്തൻ പോലും പറഞ്ഞ് കേട്ടിട്ടില്ല. അങ്ങനെ പറയണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെ പലപ്പോഴും ഒന്ന് വീഡിയോസ് ചെയ്യേണ്ട ആ ഒരു ഇതുണ്ടല്ലോ, ഒരു ത്വര, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതങ്ങ് കെട്ടുപോകും. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ, അത് റീജിയൻ വെച്ചൊന്നും പറയരുത്. നമ്മൾ എല്ലാ വീഡിയോസും ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് കൊച്ചിക്കാർക്ക് അല്ലെങ്കിൽ എറണാകുളം പറയുന്നില്ല, കാരണം എറണാകുളത്തുള്ളവർ അത്യാവശ്യം ബാക്കി ഭാഗങ്ങളിലുള്ള എറണാകുളം ജില്ലയിലുള്ളവർ നല്ല സപ്പോർട്ടാണ്, വളരെ നല്ല സപ്പോർട്ടാണ്. ഒരു മെയിലുകളൊക്കെ ഒത്തിരി അയക്കാറുണ്ട്, ഇന്ന അടുത്തു നിന്നാണ് ഇന്ന വീഡിയോ ചെയ്യാൻ പറ്റുമെന്നൊക്കെ. നിങ്ങൾ പലരും പല വീഡിയോസ് നമ്മളോട് ചോദിക്കാറുണ്ട്. പക്ഷേ നമുക്ക് പലതും ചെയ്യാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഡാറ്റ കളക്ഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്, അതിന് ഒത്തിരി ടൈം എടുക്കും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ വീഡിയോസും നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നമ്മളൊരു ചെറിയ എളിയ ആഗ്രഹം എന്ന് പറയുന്നത്, നമ്മളെല്ലാം തമ്മിലടി ആദ്യം നിർത്താം. നമുക്ക് വികസിക്കണമെങ്കിൽ തമ്മിലടിച്ചതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഇനി കൊച്ചി എയർപോർട്ടാണോ തിരുവനന്തപുരം എയർപോർട്ടാണോ വികസിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ ഓരോ എയർപോർട്ടും, അത് തിരുവനന്തപുരമായിരുന്നാലും കൊച്ചി ആയിരുന്നാലും കോഴിക്കോടായിരുന്നാലും കണ്ണൂരായിരുന്നാലും ഏത് എയർപോർട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ വരുന്ന വികസനം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ഓരോരുത്തരെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, കേരളത്തിൽ എവിടെ പ്രൊജക്റ്റ് വന്നാലും ആ ഒരു പ്രൊജക്റ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണുകൾ മിന്നിത്തിളങ്ങിയാണ് ചെയ്യുന്നത്. ഈ സണ്ണി ഷൈനിങ് അഗെയിൻ എന്ന് പറഞ്ഞൊരു പുതിയ സിനിമയിലെ ഡയലോഗ് പോലെയാണ് നമുക്ക് പല പ്രൊജക്റ്റും നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ, കൊള്ളാലോ, അത് നമ്മുടെ നാട്ടുകാർക്ക് ഉപകാരപ്പെടുമല്ലോ. അവിടെ നമ്മൾ റീജിയണൽ ബേസൊന്നും നോക്കാറില്ല. ഇനി ഇന്ത്യയിലൊരു പ്രോജക്റ്റ് വന്നാൽ പോലും നമ്മൾ ഇന്ത്യ സെൻട്രിക്കായിട്ട് വളരെ കുറച്ച് ചെയ്യാറുള്ളൂ. ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹവും. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതും ചെയ്യാനായിട്ട് സാധിക്കും. എവിടെ വന്നാലും അത് ഇന്ത്യയിലാണല്ലോ, നമുക്കെല്ലാം അഭിമാനിക്കുന്ന രീതിയിലുള്ള പ്രോജക്റ്റ് വരുമ്പോൾ കൊള്ളാം, നമ്മുടെ രാജ്യത്ത് നമ്മുടെ പ്രോജക്റ്റ്, ഇങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ യാതൊരു വിധത്തിലുള്ള ബയസും കാണിക്കാറില്ല. അങ്ങനെ ബയസ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളെ തെറ്റല്ല. നമ്മൾ മാക്സിമം എല്ലാ സ്ഥലങ്ങളും ഉൾപ്പെടുത്താറുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ വീഡിയോസ് കൂടുതൽ തന്നെ ആയിരിക്കും, കാരണം നമ്മൾ ഇവിടെ നിന്നുള്ളവരായതുകൊണ്ട് നമുക്ക് കൂടുതൽ ഡാറ്റാസ് കിട്ടുന്നത് കൊണ്ട് മാത്രമാണ്. നമുക്ക് അവൈലബിൾ നിങ്ങൾക്ക് വേണമെങ്കിലും ഡാറ്റാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ, യാതൊരു ഇതുമില്ല. നമ്മുടെ മെയിൽ ഐ ഡി നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിലേക്ക് അയച്ച് ഡാറ്റാസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങളോ ഇച്ചിരി എലാബറേറ്റ് അയച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ടായിരിക്കും, നമുക്ക് കുറേ കൂടെ വ്യക്തമായിട്ട് നമുക്ക് ഓരോന്ന് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാനോ ബ്രയാനോ ഒരു ഫുൾ ടൈം യൂട്യൂബേഴ്സ് അല്ല. അപ്പോൾ നമ്മൾ മുഴുവൻ ടൈമും ഇതിനെല്ലാം നിൽക്കുന്നത്, നമുക്ക് നമ്മുടേതായിട്ടുള്ള മേഖലകളുണ്ട്, അവിടെ പ്രവർത്തിക്കുന്നവരുമാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ സമയം കണ്ടെത്തിയിട്ടാണ്, നമ്മുടെ ഒരു പാഷനായിട്ടാണ് നമ്മളിത് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് നാട്ടുകാർക്ക് എന്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് പറ്റുമല്ലോ, കുറച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ, അതിനൊരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്കിത് എത്തിക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ ഒത്തിരി പേര് ഷെയർ ചെയ്യുന്നവരുണ്ടാവും, ഒത്തിരി പേര് നമ്മളെ വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ടാവും. അവർക്കെല്ലാവർക്കും വലിയൊരു നന്ദിയാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുന്നത്. കാരണം നിങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. അത് കേരളത്തിലെ ഏതൊരാളായിരുന്നാലും ഏത് ജില്ലയിലുള്ള ആളായിരുന്നാലും നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്.
അപ്പോൾ ദയവ് ചെയ്ത് നമ്മൾ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ വിമർശനങ്ങൾ ചെയ്തോളൂ, കുഴപ്പമില്ല. ആ ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റിനെ വിമർശിച്ചോളൂ. പക്ഷേ അതിലൊരു റീജിയണൽ ബയസോ അല്ലെങ്കിൽ ഒരു വേർതിരിവ് കൊണ്ടുവരേണ്ട കാര്യമില്ലെന്നാണ് നമ്മളുടെ ഒരു എളിയ അഭ്യർത്ഥന. അപ്പോൾ അത് മാനിച്ച് ഇനിയെങ്കിലും നിങ്ങൾ അങ്ങനെയുള്ള കമൻസിലേക്ക് പോകുന്നു. ഈ കമൻറ്റ് ഇത് ഇത്രയും പറഞ്ഞതുകൊണ്ട് ഈ ചെയ്ത ആൾക്കാർ നന്നാവുന്നത് ഞാൻ പറയുന്നില്ല. അവർ വീണ്ടും കമൻറ്റ് ഇടും, തിരിച്ച് നമ്മളും അതിനുള്ള വ്യക്തമായ ഉത്തരങ്ങളും നൽകുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം പേര് അതിൽ നിന്ന് ഒഴിവാക്കുക. ഇനി ഒഴിവാക്കാത്തടത്ത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ അവിടെ പോയി സ്പാം അടിച്ച് ഡിലീറ്റ് ഒന്നും ചെയ്ത് മാറ്റത്തില്ല. ഇനി വേറെ സംഗതിയുണ്ട്, ചിലർ പറയുന്നുണ്ട് നമ്മൾ അവരുടെ കമൻസൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു കമൻറ്റ് പോലും റിമൂവ് ചെയ്യുന്നില്ല, തെറി വിളിച്ചാൽ പോലും നമ്മൾ റിമൂവ് ചെയ്യാറില്ല. ഇനി അങ്ങേയറ്റം ഒരു അസഹിഷ്ണുതയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യാറുണ്ട്, നമ്മൾ ഡിലീറ്റ് ചെയ്യാറുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ കുറേയൊക്കെ മാന്യമായിട്ടും അല്ലെങ്കിൽ ഇച്ചിരിയൊക്കെ മാന്യത വിട്ടുള്ള കളികളൊക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. പച്ചത്തറി വിളിച്ച് കഴിഞ്ഞാൽ നമ്മളത് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മൾ ഒത്തിരി ഏജ് ഗ്രൂപ്പിലുള്ളവർ ഇത് വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കത്തില്ല. ആൾറെഡി അങ്ങനെയുള്ള കമൻസ് വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ മാറ്റും. ചില കമൻസ് യൂട്യൂബിന് തോന്നുമ്പോൾ തന്നെ മാറ്റാം, നമ്മൾ മാറ്റുന്നതല്ല. അവർക്ക് തോന്നുമ്പോൾ ഇത് ഒഫൻസീവാണ് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അവർ തന്നെ മാറ്റുന്നതാണ്. നമ്മൾ മാക്സിമം കമൻസ് മാറ്റാറില്ല. പച്ചത്തറി വിളിച്ചാൽ മാറ്റും കേട്ടോ, കാരണം കുട്ടികളൊക്കെ കാണുന്നതായിരിക്കാം ചിലപ്പോൾ, അതുപോലെ സ്ത്രീകൾ കാണുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർ കാണുമ്പോൾ അതൊരു അരോചകമായിട്ട് തോന്നും. അപ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റാറുണ്ട്. പക്ഷേ അല്ലാതെ ഒരു കമൻറ്റും, വിമർശനത്തിൻ്റെ ഒരു കമൻറ്റും നമ്മൾ മാറ്റാറില്ല. ഒന്നും നമ്മൾ ഫിൽറ്ററും ചെയ്യാറില്ല. അതാണ് ഏറ്റവും നല്ല രസമെന്ന് പറയുന്നത്. എല്ലാവർക്കും നമ്മുടെ സ്വസിദ്ധമായ താങ്ക്സ് ഫോർ കമൻറ്റിങ് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ വരാറുണ്ട്. മിക്കവാറും എല്ലാവർക്കും അത് ചെയ്യാറും ഉണ്ട്. ചില വീഡിയോസിൽ അത് സാധിക്കാറില്ല, ചില വീഡിയോസിലല്ല, മിക്കവാറും വീഡിയോസിൽ നമ്മൾ ചെയ്യാറുണ്ട്. 1-2 വീഡിയോസിൽ സാധിക്കാതെ പോയിട്ടുണ്ട്, തിരക്ക് കാരണം മാത്രം. ബാക്കി എല്ലാ വീഡിയോസിലും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. ഇന്ന് ഒരു പർട്ടിക്കുലർ നമ്മളൊരു ഡെവലപ്മെൻ്റ് ആയിരുന്നില്ല. ആക്ച്വലി നമ്മൾ ഇത്രയും പറഞ്ഞത് നമ്മുടെ കേരളത്തിൻ്റെ മൊത്തം ഡെവലപ്പിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് പോകണമെന്നൊരാഗ്രഹം കൊണ്ടാണ്. ആ ആഗ്രഹം ഒരു യാഥാർത്ഥ്യമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും അല്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ടും ഇന്നത്തേക്ക് ഞാൻ ഷിബു സാലിഹ, എന്നോടൊപ്പം പ്രേണസ് രാജ് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.